JP അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി നമ്മൾ ശനിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അത് ഓരോ ഭാവത്തിൽ ശനി വരുമ്പോഴുള്ള ഫലം എന്താണെന്നും ശനിയുടെ ഉത്ഭവം മുതൽ ഓരോ വീഡിയോ ചെയ്തിട്ടുണ്ട്, പല വീഡിയോകളാണ്. അപ്പം നിങ്ങളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിൽ ശനി ഏത് ഭാവത്തിലാണ് എന്നറിഞ്ഞ് അതിൻ്റെ ഗുണദോഷങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കാണുക. ഇപ്പോൾ ശനി ഏതേത് രാശിയിൽ വരുമ്പോഴാണ് അതിൻ്റെ ഗുണദോഷങ്ങൾ എന്നുള്ള വീഡിയോ ആണ് ഈ അടുത്ത സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുല ഇത്രയും രാശിയിൽ ശനി വന്നാൽ എന്താണ് ഫലം എന്ന് ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ കാണുക. ഇന്നത്തെ വീഡിയോയിൽ വൃശ്ചികം രാശിയിലും ധനു രാശിയിലും ശനി നിൽക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഗുണദോഷങ്ങൾ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ശനിയുടെ ഓരോ ഭാവങ്ങളും ഓരോ രാശിയുടെ ഫലങ്ങളും സ്വന്തമായി മനസ്സിലാക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പം നമുക്ക് ഭയമോ ഭീതിയോ സംശയമോ ഒന്നും ഉണ്ടാകാതെ തന്നെ ശനിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോകളുടെ എല്ലാം മെച്ചം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വൃശ്ചികത്തിൻ്റെ അധിപനാണ് ചൊവ്വ. ചൊവ്വ യൂണിഫോമിനെയും പ്രതിരോധത്തെയും സൂചിപ്പിക്കുന്ന ഒന്നാണ്. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. പോലീസ്, പട്ടാളം തുടങ്ങിയ മേഖല മുതൽ ഇലക്ട്രിസിറ്റി, പെട്രോളിയം, വയറിങ്, വെൽഡിങ്, ആശുപത്രി സംബന്ധമായിട്ട് പറയുമ്പോൾ ഓർത്തോ വിഭാഗം, അതുപോലെ സർജറി വിഭാഗങ്ങൾ, ഇങ്ങനെ പലതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണ സെക്യൂരിറ്റി ജീവനക്കാർ വരെ ചൊവ്വയുടെ അധീനതയിൽ വരും. കാരണം ധൈര്യം, വീര്യം, പരാക്രമം, പ്രതിരോധം എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചൊവ്വയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പം അങ്ങനെയുള്ള ഒരു രാശി, ചൊവ്വയുടെ രാശിയിലാണ് ഈ ശനി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ വൃശ്ചികം രാശിയിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് ജലരാശിയാണ്. അപ്പോൾ സ്വാഭാവികമായും ജലവുമായി ബന്ധപ്പെട്ട എല്ലാ വിഭാഗവും അതിൽ വരും. ഭൂഗർഭജലം, അതുപോലെ ലിക്വിഡ് ഗ്യാസ്, നേവി, ജലവാഹനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഡാമുകൾ, അതുപോലുള്ള മിക്കവാറും ജലസംബന്ധമായ എല്ലാ കാര്യങ്ങളും ഈ വൃശ്ചികൻ രാശി ജലരാശി ആയതുകൊണ്ട് അതിൽ ഉൾപ്പെടുന്നു എന്നാണ് നിങ്ങളെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ വൃശ്ചികത്തിലെ ശനി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പലവിധ പ്രശ്നങ്ങളും ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അത് ശനിയുടെ ഗുണദോഷങ്ങൾ അറിയുന്നത് ശനി ഇഷ്ടഭാവത്തിലാണോ അനിഷ്ടഭാവത്തിലാണോ എന്നുള്ളതും എത്രാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് എന്നൊരു പ്രധാന കാര്യം. അതുപോലെ ശനിയെ അല്ലെങ്കിൽ വൃശ്ചികൻ രാശിയിലാണല്ലോ ശനി. അപ്പം വൃശ്ചികൻ രാശിയെ ആരെങ്കിലും യോഗം ചെയ്യുകയോ വീക്ഷിക്കുകയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ശുഭയോഗ വീക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫലത്തിനൊക്കെ കുറച്ച് വ്യത്യാസവും വരാം. പാപയോഗമാണെങ്കിൽ ദോഷം കൂടുകയും ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ വൃശ്ചികത്തിലെ ശനി നേരത്തെ പറഞ്ഞ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും, അതുപോലെ ശനിയുമായി ബന്ധപ്പെട്ട് 10ാം ഭാവാധിപനാണ് അല്ലെ 10ാം ഭാവത്തിലാണ് ഈ ശനി എന്ന വരിയിൽ കർമ്മസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെടും. അപ്പം അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വൃശ്ചികത്തിലെ ശനി പലർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കാരണം ശനി അലസനും ഉത്തരവാദിത്വമില്ലാതെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്യുന്നയാളുമാണ്. അത് ഭംഗിയായി നിറവേറ്റണമെന്ന ചിന്ത ഇല്ലാത്ത സാഹചര്യവും ഉണ്ടാകും. ചൊവ്വ കോപിഷ്ഠനും പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയുമൊക്കെയാണല്ലോ. അതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ചൊവ്വയ്ക്ക് ചന്ദ്രനുമായി ഒരു ബന്ധം വേണം, അല്ലെങ്കിൽ യോഗം വേണം. അപ്പം ചന്ദ്രനും ചൊവ്വയും തമ്മിൽ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു രാശിയിൽ യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനെ ശശി മംഗളയോഗം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റമൊക്കെ വരും. ഈ പിന്നെ
ചൊവ്വയുടെ ആ ഒരു ദേഷ്യവും കോപവും അതുപോലെ ആ ശത്രുതാ മനോഭാവവും അങ്ങനെയൊക്കെയുള്ള ആ ചൂട് അതുപോലെ എടുത്തിയാട്ടം ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ഒരു മാറ്റം ചന്ദ്രൻ്റെ ഒരു യോഗം കൊണ്ട് സംഭവിക്കാം. അപ്പം പൊതുവേ പറയുമ്പോൾ അലസതയും മടിയും ഉത്തരവാദിത്വമില്ലായ്മയും ശനി മേലധികാരികളുടെ ശാസനയും പണിഷ്മെൻറ്റും ഒക്കെ വാങ്ങിച്ചു കൂട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ജോലിയിലെ വീഴ്ച അത് ചിലപ്പോൾ അപകടമോ വൻ നഷ്ടമോ ഒരു പക്ഷേ അത് കേസും പ്രശ്നങ്ങളും ഒക്കെയായി ജയിൽവാസത്തിൽ വരെ എത്താനും സാധ്യതയുണ്ട് എന്നുള്ള അതൊക്കെയാണ് ഈ ശനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പെരുമാറ്റത്തിൽ ഒരു മർക്കട സ്വഭാവം കാണിക്കും. ദയ, ദാക്ഷിണ്യം, അനുകമ്പ ഇങ്ങനെയുള്ള സാധാരണ മനുഷ്യത്വപരമായ കാര്യങ്ങളൊന്നും ഈ ശനി വൃശ്ചികം രാശിയിൽ നിൽക്കുമ്പോൾ പലരും കാണിക്കാറില്ല. പിന്നെ ആ രാശിയുടെ മുമ്പേ പറഞ്ഞതുപോലെ ആ രാശിയുടെ ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ആരൊക്കെ നോക്കുന്നു, ഏതൊക്കെ ദൃഷ്ടി നടക്കുന്നു എന്നതിനെ സംബന്ധിച്ചൊക്കെ വ്യത്യാസങ്ങൾ വരാം. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ധനം, അത്യാഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവരുടെ ധനം എങ്ങനെ കൈക്കലാക്കാൻ സാധിക്കും, അതുപോലെ അവരുടെ പദവിയും അവർ നിൽക്കുന്ന ആ സ്ഥാനങ്ങളുമൊക്കെ എങ്ങനെ പാരവെച്ച് ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിക്കാനോ സാധിക്കും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു സാധ്യത ഉള്ള ഒരു സ്ഥാനമാണ് വൃശ്ചികത്തിലെ ശനി. അതുപോലെ വിമർശിക്കുന്നവരെയും ഇത് ശരിയല്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഗുണദോഷിക്കാൻ ചെല്ലുന്നവരെയൊക്കെ ഒരുതരം ശത്രുതാ മനോഭാവത്തോടു കൂടി തന്നെ ഈ വൃശ്ചികത്തിലെ ശനിക്കാർ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഇവർക്ക് ശത്രുക്കളുടെ ഉപദ്രവം, അപകടം, അഗ്നിഭയം, ബന്ധനം തുടങ്ങിയ പലതും അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിലേതാണ് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ചൊവ്വയുടെ കാര്യമാണ്. ഈ അപകടം, അതുപോലെ 6-ാം ഭാവത്തിലൊക്കെ ആണെങ്കിലോ അല്ല ആ 6-ാം ഭാവാധിപനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മോശമായ സ്ഥിതിയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതൊക്കെയാണ് ഈ ശത്രുക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം ഇങ്ങനെ വൃശ്ചികത്തിലെ ശനിക്കും രാശിക്കും രാശ്യാധിപനായ ചൊവ്വയ്ക്കും ശുഭയോഗ ദൃഷ്ടിയും ഇഷ്ടഭാവസ്ഥിതിയും വന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. വൃശ്ചികത്തിലെ ശനി ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ഭാവാധിപൻ ചൊവ്വ ഏത് ഭാവത്തിൽ നിൽക്കുന്നു, ഈ ഭാവങ്ങൾക്ക് ശുഭയോഗ ദൃഷ്ടികൾ ഉണ്ടോ അതോ പാപയോഗ ദൃഷ്ടിയാണോ എന്നൊക്കെ ഉള്ളത് നോക്കി വേണം എന്താണ് ഗുണമാണോ ദോഷമാണോ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ന് കണക്കാക്കേണ്ടത്. അപ്പോൾ ഇത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള മോശമായ അനുഭവങ്ങളെ മുൻകൂട്ടി കണ്ട് ആ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തി ഇതിൽ നിന്നൊക്കെ, അതായത് മോശമായ ജീവിത സാഹചര്യത്തിൽ നിന്നൊക്കെ ഒഴിവായി നമുക്ക് ജീവിത പുരോഗതിയിലേക്ക് അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതത്തിലേക്കെങ്കിലും പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്തരം വീഡിയോയിലൂടെ വിശദമായി നിങ്ങളെ ധരിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ശനി വൃശ്ചികൻ രാശിയിൽ വന്നാൽ എന്താണ് ഗുണദോഷം എന്നുള്ളത് എല്ലാ ഘടകങ്ങളെയും കണക്കാക്കി നമ്മൾ തീരുമാനിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നമുക്ക് ധനു രാശിയിലേക്ക് പോകാം. ധനു രാശി നമുക്കറിയാം വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമാണ് ധനു. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഗുരുവിൻ്റെ യോഗമോ ദൃഷ്ടിയോ വന്നാൽ, ഗുരു എന്ന് പറഞ്ഞാൽ വ്യാഴം, അതിൻ്റെ ദൃഷ്ടിയോ യോഗമോ വന്നാൽ വളരെ നല്ല അനുഭവങ്ങളും നല്ല ഗുണങ്ങളുമൊക്കെ ശനി നൽകാറുണ്ട്. ശനിക്ക് ഒരുപാട് കാരകത്വമുണ്ട്. മരണകാരകൻ എന്നുവരെ ശനിയെ വിളിക്കാറുണ്ട്. കാരണം ദുഃഖകാരകൻ എന്നും മരണകാരകൻ എന്നുമൊക്കെ ശനിക്ക് പേരുണ്ട് കാരകത്വം അനുസരിച്ച്. അപ്പം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോഗങ്ങൾ ശനിക്ക് വന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? ദുർമരണം അഥവാ അപമൃത്യു സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം വ്യാഴത്തിൻ്റെ ആ ഒരു
ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് നമ്മുടെ മരണം സ്വാഭാവിക മരണവും അതുപോലെ നല്ല മരണവുമായി തീരാനുള്ള സാധ്യതയാണ് ശനി തരുന്നത്, വ്യാഴം നൽകുന്നത്. അതുപോലെ വ്യാഴത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 12ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് എങ്കിൽ ആ വ്യാഴവും ശനിയും തമ്മിലൊരു ബന്ധമൊക്കെ ഉണ്ടെങ്കിലും മറ്റ് ശുഭയോഗങ്ങളാണെങ്കിലും ശരി, 12ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള മരണശേഷം നമ്മളെ സമൂഹം അംഗീകരിക്കുകയും അതുപോലെ തന്നെ അറിയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ള, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ ഒരു നല്ല ഒരു പ്രശസ്തിയും അതുപോലെ തന്നെ ആൾക്കാരുടെ ഇടയിലൊരു സംസാരവും അതൊക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ വ്യാഴത്തെക്കുറിച്ച് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ വിനയം, നല്ല ശീലങ്ങൾ, ഈശ്വരവിശ്വാസം എന്നിവയ്ക്കൊക്കെ കാരണമാകുന്ന ഒരു ഗ്രഹം കൂടിയാണ് വ്യാഴം. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കും അതുപോലെ ഏതെങ്കിലുമൊക്കെ കമ്പനിയുടെയോ അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലുമൊക്കെ ചുമതല വഹിക്കുന്നവർ, ഇപ്പം മാനേജറുടെ സ്ഥാനത്തിരിക്കുന്നവർ, അതുപോലെ കാര്യസ്ഥരായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവരെല്ലാം ഇതിൻ്റെ പരിധിയിൽ വരും. മറ്റൊരു കാര്യം ആത്മീയ കാര്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ ഈശ്വരവിശ്വാസവും ആത്മീയ കാര്യങ്ങളിൽ ഒരു ബന്ധവും അതുപോലെ തന്നെ ഒരു മുൻഗണനയും ഒക്കെ ഇത്തരം സാഹചര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം മതപരമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ഏതെങ്കിലും മതസ്ഥാപനങ്ങളുമായോ അല്ലെങ്കിൽ മതത്തിൻ്റെ പ്രവർത്തനവുമായിട്ടോ ഒക്കെ സാമുദായിക സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുമൊക്കെ ആണെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് തന്നെ ഒരു മുൻഗണനയൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ആത്മീയ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളും ഇതിനകത്തിൽ വരും. അപ്പോൾ ക്ഷേത്ര ജീവനക്കാരെ സംബന്ധിക്കുന്ന കാര്യത്തിലും ഈ വ്യാഴം നമുക്കങ്ങനെയും സൂചിപ്പിക്കാൻ പറ്റും. അപ്പോൾ ക്ഷേത്ര ജീവനക്കാരെന്ന് പറയുമ്പോൾ ശനിയുടെ ഒരു ബന്ധം വരിക എന്ന് പറയുമ്പം ഏറ്റവും ടോപ്പിലുള്ളതൊന്നും ആയിരിക്കത്തില്ല, താഴ്ന്ന ജോലിയായിരിക്കും. പക്ഷേ ശനി നിൽക്കുന്ന രാശി ഇപ്പം ധനുവാണല്ലോ, എന്നാൽ കേന്ദ്ര 4ാം ഭാവം, 7ാം ഭാവം, 10ാം ഭാവം ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ വരികയും അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ ഗ്രഹങ്ങളുടെ, പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ഇപ്പം ധനു രാശിയിൽ ശനി നിൽക്കുന്നു എന്ന് വിചാരിച്ച് ധനുവിൽ വ്യാഴം നിൽക്കണമെന്നൊന്നുമില്ലല്ലോ. അപ്പം വ്യാഴത്തിൻ്റെ ഒരു ആനുകൂല്യമൊക്കെ ഈ 10ാം ഭാവത്തിനും അല്ലെങ്കിൽ കർമ്മസ്ഥാനത്തിനും ഒക്കെ ലഭിക്കുകയാണെങ്കിൽ ചിലപ്പോൾ മെച്ചപ്പെട്ട ഉയർന്ന ജോലിയും കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ക്ഷേത്ര സംബന്ധമായ അല്ലെങ്കിൽ മതസംബന്ധമായ ജോലികൾ, പിന്നെ മറ്റൊന്ന് ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ. അപ്പം ഇങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളും ബന്ധങ്ങളുമൊക്കെ ധനുരാശിക്കും വ്യാഴത്തിനുമൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ധനുരാശിയും ഇത്തരം പ്രവർത്തികളും ആ വർക്കുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുമായുള്ള ഒരു ബന്ധം നമുക്ക് നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ശനിയും ധനുരാശിയും തമ്മിലുള്ള ഒരു ബന്ധം. അതുപോലെ സാധാരണഗതിയിൽ ധനുരാശിയിലെ ശനി ഒരു നല്ല ജീവിതത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ധനുവിലെ ശനി എത്രാം ഭാവത്തിൽ വരുന്നു എന്നുള്ളതും ഏത് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോഗമാണ് അല്ലെ ബന്ധമാണ് ആ രാശിക്ക് വരുന്നത് എന്നുള്ളതും ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഓരോ ഭാവത്തിൻ്റെയും രാശിയുടെയും ഫലം പ്രത്യേകം പറയുന്നത്, അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ഭാവം, ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന്, ശനിയുടെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ വൃദ്ധജനങ്ങളും വാർദ്ധക്യകാലവും, അതും ശനിയുടെ കാലഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു ബന്ധം വരിക അല്ലെങ്കിൽ ധനുരാശിയിൽ ശനി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ വാർദ്ധക്യകാല ജീവിതം അത്ര കണ്ട് മുഷിച്ചിലോ ക്ലേശകരമോ ദുഃഖകരമോ ഒന്നും ആകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം വ്യാഴത്തിൻ്റെ ഒരു ബന്ധമുണ്ടെങ്കിൽ വാർദ്ധക്യകാലത്ത് നമുക്ക് കുറച്ചൊക്കെ സുഖവും
സന്തോഷവും ഒക്കെ. വാർദ്ധക്യകാലം, ആ കാലത്ത് ആ വാർദ്ധക്യത്തിലിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ കാണുമല്ലോ. അപ്പം അതനുസരിച്ച് അവർക്ക് സുഖകരമായ ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവസാന കാലത്തൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടോ കഷ്ടപ്പാടുകളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പിന്നെ ഏത് ജോലി ചെയ്യുന്നവരായാലും ആ ജോലിക്കിടയിൽ ഇപ്പോൾ പല കാരകത്വം നമ്മൾ പറഞ്ഞു. അപ്പം ധനുരാശിയിൽ ശനിയുമായിട്ടുള്ള ഒരു ബന്ധം കണക്കാക്കുമ്പോൾ ശനിയുടെ ബന്ധത്തിലുള്ള ജോലി വരാം, വ്യാഴത്തിൻ്റെ ബന്ധത്തിലുള്ള ജോലി വരാം. അതുപോലെ തന്നെ ആ രാശിയിലേക്കും ഭാവത്തിലേക്കും വേറെ ഏതെങ്കിലുമൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുകയോ നോക്കുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ സ്വാഭാവികമായി ഇതുമായിട്ടെല്ലാം കണക്ട് ചെയ്തുള്ള ജോലികളൊക്കെ വരാം. അപ്പം അങ്ങനെയൊക്കെ ഏത് ജോലി ആയാലും അതിനൊക്കെ ഒരു മുൻഗണനാ ക്രമം ഉണ്ടാകാനുള്ള സാധ്യതയും നമുക്ക് പറയാം. അതുപോലെ വ്യാഴം സന്താനങ്ങളെ സംബന്ധിക്കുന്ന ഒരു കാരകത്വം കൂടിയുണ്ട്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ജീവിത നിലവാരം, ഇപ്പം സന്താനങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ ഭാവി നല്ല ഒരു രീതിയിൽ മെച്ചപ്പെടണം എന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ അത്ര മോശമല്ലാത്ത വിദ്യാഭ്യാസമൊക്കെ സന്താനങ്ങൾക്ക് നൽകാനും അവർക്ക് ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു കര പറ്റിക്കാനുമൊക്കെ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം ആലോചിക്കണം. ഈ സന്താനങ്ങളെല്ലാം അങ്ങ് വലിയ ഉന്നതിയിൽ പ്രാപിക്കും എന്ന് പറയുമ്പോൾ അവരുടെ ജാതകവും കൂടി പരിശോധിച്ചിട്ട് വേണം നമ്മളിത് ഉറപ്പിക്കേണ്ടത് എന്നുള്ളതും നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ നല്ല ബുദ്ധിശക്തിയും കഴിവും ഉള്ള ഒരു വ്യക്തിത്വത്തെ നമുക്കുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിനകത്തിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. സൂര്യനുമായിട്ട് ഒരു ബന്ധം വരിക, 3-ാം ഭാവമോ അല്ലെങ്കിൽ 11-ാം ഭാവവുമായിട്ട് ധനു രാശിക്കും ഒരു ബന്ധം വരിക, ഇങ്ങനെയൊക്കെ വന്നാൽ സർക്കാർ സംബന്ധമായ മേഖലയിൽ പല ഗുണങ്ങളും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയും ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാം എന്നുള്ളതാണ്. പിന്നെ വ്യാഴം നീചരാശിയിലും അതുപോലെ തന്നെ ധനുരാശിയിലേക്ക് മറ്റ് ശുഭന്മാരുടെ യോഗദൃഷ്ടി ഇല്ലാതെയും വന്നാൽ അത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഒരുപാട് വലിയ ഗുണങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. അപ്പോൾ അനിഷ്ടഭാവം കൂടി വന്നാൽ ആ ഭാവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കി അതിൻ്റെ മോശമായ അവസ്ഥയിൽ എന്താണ് നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് എന്നൊക്കെ അറിഞ്ഞ് മുൻകൂട്ടി മനസ്സിലാക്കി കാര്യങ്ങൾ ബോധ്യപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതൊക്കെ വിശദമായി നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഈ പല ഗ്രഹങ്ങളുടെയും കാര്യം, ഇപ്പോൾ ചൊവ്വ എന്ന് പറഞ്ഞാലും ശനി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ അങ്ങനെ പല മോശമായ ഒരു സാഹചര്യവും പേടിയും ഭയവും, എന്താണ് അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെയുള്ള ആ ഒരു ഉത്കണ്ഠയൊക്കെ മാറുന്നതിനും, അതുപോലെ ജ്യോതിഷം സ്വാഭാവികമായിട്ട് ഒരല്പമൊക്കെ അറിയാവുന്നവർക്കും അല്ലെങ്കിൽ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും എല്ലാം തന്നെ, സാധാരണക്കാർക്കും അല്ലാത്തവർക്കും ജ്യോതിഷം പഠിക്കുന്നവർക്കും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇതെന്താണ് എന്ന് ഒരു ധാരണ മനസ്സിലുണ്ടാക്കണമെന്ന് വിചാരിക്കുന്നവർക്കും എല്ലാം തന്നെ ഗുണകരമാകുന്ന രീതിയിൽ അവർക്കൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് കരുതിയാണ് ഇത്തരം വീഡിയോകളൊക്കെ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ബോധ്യപ്പെടാൻ വേണ്ടി ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ സമയാസമയങ്ങളിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും നന്ദി, നമസ്കാരം.